എങ്ങനെയുണ്ട്? ഇതും ശൈത്താനാ പണിതാ പങ്കപ്പ മനസ്സിലാകുന്നത്. ഇയാള് മുജാഹിദ് വേദി കേട്ടിയതും ശൈത്താൻ തന്നെയാണ്. പറയട്ടെ, അയാള് പറഞ്ഞോട്ടെ. ആ നിലക്ക് കൽബറിയുമെന്ന് വൈബറിയുമെന്ന് മണഞ്ഞ കാര്യം പോലും ഇയാൾക്കറിയാൻ പറ്റുമെന്ന് പറയുന്ന ആ ഭാഗം പിശാച് മനസ്സറിയും എന്നാ പറഞ്ഞത്. മനുഷ്യൻ, ഏതൊരു മനുഷ്യനും കരീനുണ്ടല്ലോ. ആ കരീന്, പിശാചായ കരീന്, ആ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്ന അറിയാൻ പറ്റുമോ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇതിന്റെ ഉത്തരമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത് പ്രകാരം ഇബ്ലീസിന് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നാണ് യാഥാർത്ഥ്യം. ഈ മറുപടി മൂപ്പയ്ക്ക് വഹയൊടുത്ത് ശൈത്താനാ. ശൈത്താൻ വഹയൊടുക്കും. യൂഹുന ഇലാ ഔലിയാഹിന്ന, പിശാച് ഓന ഔലിയാക്കന്മാർക്ക് സന്ദേശം കൊടുക്കും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ന്യായമായി സംശയിക്കുന്നു. അള്ളാഹുവിന്റെ സിഫത്തിലായി പങ്കു ചേർക്കണമൊക്കെ. തൗഹീദ് അസ്മാ സിഫാത്തായി പൊളിക്കുന്നത്. എത്ര സിഫത്താ പോയത്? സമീഉദ് ആദ്യം പൊളിച്ചു. അലീമും ബിദാത്തി സുദൂർ പോയി. യഅലമു ഖായത്ത അയ്യുനി പോയി. വമാ തുഖ്ഫി സുദൂർ പോയി. എല്ലാം അങ്ങനെ പൊളിയാ. ഇനി എന്ത് തൗഹീദാക്ക് പറയാൻ കഴിയാ? നിങ്ങളാണ് സാക്ഷാൽ അഖ്ലാനി. പക്ഷെ അഖ്ലാനി ആവണമെങ്കിൽ ലേശം ബുദ്ധി വേണം. അഖലുള്ളവനെ അഖ്ലാനി ആവുള്ളൂ. അതോ നീ ഖദറില്ലാത്തവൻ ഖദരി എന്ന് പറഞ്ഞ പോലെ, സുന്നത്തില്ലാത്തവൻ സുന്നി എന്ന് പറഞ്ഞ പോലെ, മണ്ടല്ലാത്തവൻ മണ്ടെന്ന് പറഞ്ഞ പോലെ ആണോ? നമുക്കറിയില്ല. എങ്ങനെയുണ്ട്? ഇതും ശൈത്താനാ പണിതാ പങ്കപ്പ മനസ്സിലാകുന്നത്. ഇയാള് മുജാഹിദ് വേദി കേട്ടിയതും ശൈത്താൻ തന്നെയാണ്. പറയട്ടെ, അയാള് പറഞ്ഞോട്ടെ. ആ നിലക്ക് കൽബറിയുമെന്ന് വൈബറിയുമെന്ന് മണഞ്ഞ കാര്യം പോലും ഇയാൾക്കറിയാൻ പറ്റുമെന്ന് പറയുന്ന ആ ഭാഗം പിശാച് മനസ്സറിയും എന്നാ പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു, അശ്ശൈത്താനു യൽതഖിമു ഖൽബഹു ഫഇദാ ഗഫല ഖൽബുഹു അൻ ദിക്രിഹി വസ്വസ്. ഇതിന്റെ ആശയം തന്നെയാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. വയഅലമു, ഇബ്നു തൈമിയ്യ കൂട്ടിച്ചേർക്കുന്നു, വയഅലമു ഹൽ ദക്കറല്ലാഹ അം ഗഫല അൻ ദിക്രിഹി. അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അശ്രദ്ധനാണോ എന്ന് പോലും ആ ഇബ്ലീസ് അറിയുന്നു, ശൈത്താൻ അറിയുന്നു. വയഅലമു മാ തഹു ശഹവാത്തിൽ ഗയ്യി ഫയുസയ്യിനുഹാ ലഹു. മാത്രമല്ല ആ മനുഷ്യൻ അവന്റെ മനസ്സിൽ ഇച്ഛിക്കുന്ന ഷഹവാത്തിനെ കുറിച്ച് ആ ഇബ്ലീസ് അറിയുന്നു. അങ്ങനെ ആ ചീത്തയായ ആഗ്രഹങ്ങൾ ആ മനുഷ്യന് അവൻ അത് ഭംഗിയായ രീതിയിൽ അവതരിപ്പിക്കുന്നു. പറഞ്ഞു വരുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള പണ്ഡിതന്മാർ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ മറുപടി മൂപ്പയ്ക്ക് വഹയൊടുത്ത് ശൈത്താനാ. ശൈത്താൻ വഹയൊടുക്കും. യൂഹുന ഇലാ ഔലിയാഹിന്ന, പിശാച് ഓന ഔലിയാക്കന്മാർക്ക് സന്ദേശം കൊടുക്കും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ന്യായമായി സംശയിക്കുന്നു. അള്ളാഹുവിന്റെ സിഫത്തിലായി പങ്കു ചേർക്കണമൊക്കെ. തൗഹീദ് അസ്മാ സിഫാത്തായി പൊളിക്കുന്നത്. എത്ര സിഫത്താ പോയത്? സമീഉദ് ആദ്യം പൊളിച്ചു. അലീമും ബിദാത്തി സുദൂർ പോയി. യഅലമു ഖായത്ത അയ്യുനി പോയി. വമാ തുഖ്ഫി സുദൂർ പോയി. എല്ലാം അങ്ങനെ പൊളിയാ. ഇനി എന്ത് തൗഹീദാക്ക് പറയാൻ കഴിയാ? നിങ്ങളാണ് സാക്ഷാൽ അഖ്ലാനി. പക്ഷെ അഖ്ലാനി ആവണമെങ്കിൽ ലേശം ബുദ്ധി വേണം. അഖലുള്ളവനെ അഖ്ലാനി ആവുള്ളൂ. അതോ നീ ഖദറില്ലാത്തവൻ ഖദരി എന്ന് പറഞ്ഞ പോലെ, സുന്നത്തില്ലാത്തവൻ സുന്നി എന്ന് പറഞ്ഞ പോലെ, മണ്ടല്ലാത്തവൻ മണ്ടെന്ന് പറഞ്ഞ പോലെ ആണോ? നമുക്കറിയില്ല. ദുആക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധ്യമല്ല. കേട്ടാലും ഇപ്പൊ സായിബാബന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ചോദിക്കണം. അദ്ദേഹം കേട്ടിട്ടുണ്ട്, യാതൊരു സംശയം. ആ വിഷയം അദ്ദേഹം കേട്ട് കഴിഞ്ഞു, ഓൾറെഡി കേൾക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ കൈമാറി? ഈ മറുപടി മൂപ്പയ്ക്ക് വഹയൊടുത്ത് ശൈത്താനാ. ശൈത്താൻ വഹയൊടുക്കും. യൂഹുന ഇലാ ഔലിയാഹിന്ന, പിശാച് ഓന ഔലിയാക്കന്മാർക്ക് സന്ദേശം കൊടുക്കും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ന്യായമായി സംശയിക്കുന്നു. അള്ളാഹുവിന്റെ സിഫത്തിലായി പങ്കു ചേർക്കണമൊക്കെ. തൗഹീദ് അസ്മാ സിഫാത്തായി പൊളിക്കുന്നത്. എത്ര സിഫത്താ പോയത്? സമീഉദ് ആദ്യം പൊളിച്ചു. അലീമും ബിദാത്തി സുദൂർ പോയി. യഅലമു ഖായത്ത അയ്യുനി പോയി. വമാ തുഖ്ഫി സുദൂർ പോയി. എല്ലാം അങ്ങനെ പൊളിയാ. ഇനി എന്ത് തൗഹീദാക്ക് പറയാൻ കഴിയാ? സഹോദരൻ മനസ്സിലാക്കി. എങ്ങനെയുണ്ട്? ഇതും ശൈത്താനാ പണിതാ പങ്കപ്പ മനസ്സിലാകുന്നത്. ഇയാള് മുജാഹിദ് വേദി കേട്ടിയതും ശൈത്താൻ തന്നെയാണ്. പറയട്ടെ, അയാള് പറഞ്ഞോട്ടെ. ദുആക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധ്യമല്ല. കേട്ടാലും ഇപ്പൊ സായിബാബന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ചോദിക്കണം. അദ്ദേഹം കേട്ടിട്ടുണ്ട്,
യാതൊരു സംശയം ആ വിഷയം അദ്ദേഹം കേട്ട് കഴിഞ്ഞു, ഓൾറെഡി കേൾക്കണം. പക്ഷെ എന്ത് ചെയ്യാനാ കൈമാറി ഈ മറുപടി മൂപ്പയ്ക്ക് വഹയൊടുത്ത് ശൈത്താനാ. ശൈത്താൻ വഹയൊടുക്കും. യൂഹുന ഇലാ ഔലിയാഹിം, പിശാച് ഓന്റെ ഔലിയാക്കന്മാർക്ക് സന്ദേശം കൊടുക്കും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ന്യായമായി സംശയിക്കുന്നു. അള്ളാഹുവിന്റെ സിഫത്തിലായി പങ്കുചേർക്കണൊക്കെ തൗഹീദുൽ അസ്മാ സിഫാത്തായി പൊളിക്കുന്നത്. എത്ര സിഫത്താ പോയത്? സമീഉ ദുആ ആദ്യം പൊളിച്ചു, അലീമും ബിദാത്തി സുദൂർ പോയി, യഅലമു ഖായത്തുൽ അയ്യുനി പോയി, വമാ തുഖ്ഫി സുദൂർ പോയി. എല്ലാം അങ്ങനെ പൊളിയാ. ഇനി എന്ത് തൗഹീദാക്ക് പറയാൻ കഴിയാ? സഹോദരൻ മനസ്സിലാക്കി, നിങ്ങളാണ് സാക്ഷാൽ അഖ്ലാനി. പക്ഷെ അഖ്ലാനി ആവണമെങ്കിൽ ലേശം ബുദ്ധി വേണ്ട. അഖലുള്ളവനെ അഖ്ലാനി ആവുള്ളൂ. അത് നീ ഖദറില്ലാത്തവൻ ഖദരി എന്ന് പറഞ്ഞ പോലെ, സുന്നത്തില്ലാത്തവൻ സുന്നി എന്ന് പറഞ്ഞ പോലെ, മണ്ടല്ലാത്തവൻ മണ്ടെന്ന് പറഞ്ഞ പോലെ ആണോ നമുക്കറിയില്ല. ജിന്നുകളോട് പ്രാർത്ഥിച്ചിരുന്നവരുണ്ടായിരുന്നു. ഇപ്പോഴും ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ പിശാചുക്കൾ. ജിന്നിന്റെ ഒരു ഇത് തന്നെയാണല്ലോ. ഇപ്പോഴും പിശാചുക്കളെ ആരാധിക്കുകയും പിശാചുക്കളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർ അവരുടെ അനുയായികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ചെയ്യും. എന്തിനു വേണ്ടി? എന്നും അവരെ ആ ഷിർക്കിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി. അപ്പോ പ്രാർത്ഥിക്കും, മനുഷ്യർ പ്രാർത്ഥിക്കുന്നു, അവരത് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. അപ്പം ജീവിച്ചിരിക്കുന്ന ജിന്നുകൾ കേൾക്കുന്നു, മരിച്ചുപോയ ജിന്നുകൾ കേൾക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പ്രാർത്ഥിച്ചാൽ മനുഷ്യൻ പ്രാർത്ഥന കേൾക്കും, പക്ഷെ പാടുണ്ടോ? ഇല്ല. ഇതാണ് ഇത് രണ്ട്. ഈ മറുപടി മൂപ്പയ്ക്ക് വഹയൊടുത്ത് ശൈത്താനാ. ശൈത്താൻ വഹയൊടുക്കും. യൂഹുന ഇലാ ഔലിയാഹിം, പിശാച് ഓന്റെ ഔലിയാക്കന്മാർക്ക് സന്ദേശം കൊടുക്കും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ന്യായമായി സംശയിക്കുന്നു. അള്ളാഹുവിന്റെ സിഫത്തിലായി പങ്കുചേർക്കണൊക്കെ തൗഹീദുൽ അസ്മാ സിഫാത്തായി പൊളിക്കുന്നത്. എത്ര സിഫത്താ പോയത്? സമീഉ ദുആ ആദ്യം പൊളിച്ചു, അലീമും ബിദാത്തി സുദൂർ പോയി, യഅലമു ഖായത്തുൽ അയ്യുനി പോയി, വമാ തുഖ്ഫി സുദൂർ പോയി. എല്ലാം അങ്ങനെ പൊളിയാ. ഇനി എന്ത് തൗഹീദാക്ക് പറയാൻ കഴിയാ? സഹോദരൻ മനസ്സിലാക്കി, എങ്ങനെയുണ്ട്? ഇതും ശൈത്താനാ പണിതാ പങ്കപ്പ മനസ്സിലാകുന്നത്. ഇയാള് മുജാഹിദ് വേദി കേട്ടിയതും ശൈത്താൻ തന്നെയാണ്. പറയട്ടെ, അയാള് പറഞ്ഞോട്ടെ. അപ്പോ പ്രാർത്ഥിക്കും, മനുഷ്യർ പ്രാർത്ഥിക്കുന്നു, അവരത് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. അപ്പം ജീവിച്ചിരിക്കുന്ന ജിന്നുകൾ കേൾക്കുന്നു, മരിച്ചുപോയ ജിന്നുകൾ കേൾക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പ്രാർത്ഥിച്ചാൽ മനുഷ്യൻ പ്രാർത്ഥന കേൾക്കും, പക്ഷെ പാടുണ്ടോ? ഇല്ല. ഇതാണ് ഇത് രണ്ട്. ഈ മറുപടി മൂപ്പയ്ക്ക് വഹയൊടുത്ത് ശൈത്താനാ. ശൈത്താൻ വഹയൊടുക്കും. യൂഹുന ഇലാ ഔലിയാഹിം, പിശാച് ഓന്റെ ഔലിയാക്കന്മാർക്ക് സന്ദേശം കൊടുക്കും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ന്യായമായി സംശയിക്കുന്നു. അള്ളാഹുവിന്റെ സിഫത്തിലായി പങ്കുചേർക്കണൊക്കെ തൗഹീദുൽ അസ്മാ സിഫാത്തായി പൊളിക്കുന്നത്. എത്ര സിഫത്താ പോയത്? സമീഉ ദുആ ആദ്യം പൊളിച്ചു, അലീമും ബിദാത്തി സുദൂർ പോയി, യഅലമു ഖായത്തുൽ അയ്യുനി പോയി, വമാ തുഖ്ഫി സുദൂർ പോയി. എല്ലാം അങ്ങനെ പൊളിയാ. ഇനി എന്ത് തൗഹീദാക്ക് പറയാൻ കഴിയാ? സഹോദരൻ മനസ്സിലാക്കി, നിങ്ങളാണ് സാക്ഷാൽ അഖ്ലാനി. പക്ഷെ അഖ്ലാനി ആവണമെങ്കിൽ ലേശം ബുദ്ധി വേണ്ട. അഖലുള്ളവനെ അഖ്ലാനി ആവുള്ളൂ. അത് നീ ഖദറില്ലാത്തവൻ ഖദരി എന്ന് പറഞ്ഞ പോലെ, സുന്നത്തില്ലാത്തവൻ സുന്നി എന്ന് പറഞ്ഞ പോലെ, മണ്ടല്ലാത്തവൻ മണ്ടെന്ന് പറഞ്ഞ പോലെ ആണോ നമുക്കറിയില്ല. അപ്പം ജീവിച്ചിരിക്കുന്ന ജിന്നുകൾ കേൾക്കുന്നു, മരിച്ചുപോയ ജിന്നുകൾ കേൾക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പ്രാർത്ഥിച്ചാൽ മനുഷ്യൻ പ്രാർത്ഥന കേൾക്കും, പക്ഷെ പാടുണ്ടോ? ഇല്ല. ഇതാണ് ഇത്. ഈ മറുപടി മൂപ്പയ്ക്ക് വഹയൊടുത്ത് ശൈത്താനാ. ശൈത്താൻ വഹയൊടുക്കും. യൂഹുന ഇലാ ഔലിയാഹിം, പിശാച് ഓന്റെ ഔലിയാക്കന്മാർക്ക് സന്ദേശം കൊടുക്കും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ന്യായമായി സംശയിക്കുന്നു. അള്ളാഹുവിന്റെ സിഫത്തിലായി പങ്കുചേർക്കണൊക്കെ തൗഹീദുൽ അസ്മാ സിഫാത്തായി പൊളിക്കുന്നത്. എത്ര സിഫത്താ പോയത്? സമീഉ ദുആ ആദ്യം പൊളിച്ചു, അലീമും ബിദാത്തി സുദൂർ പോയി, യഅലമു ഖായത്തുൽ അയ്യുനി പോയി, വമാ തുഖ്ഫി സുദൂർ പോയി. എല്ലാം അങ്ങനെ പൊളിയാ. ഇനി എന്ത് തൗഹീദാക്ക് പറയാൻ കഴിയാ? സഹോദരൻ മനസ്സിലാക്കി, എങ്ങനെയുണ്ട്? ഇതും ശൈത്താനാ പണിതാ പങ്കപ്പ മനസ്സിലാകുന്നത്. ഇയാള് മുജാഹിദ് വേദി കേട്ടിയതും ശൈത്താൻ തന്നെയാണ്. നിങ്ങളാണ് സാക്ഷാൽ അഖ്ലാനി. നിങ്ങളാണ് സാക്ഷാൽ അഖ്ലാനി.